ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ലാറ്ററൽ എൻട്രി എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ്, ബിൽഡിംഗ് ഏരിയ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബിൽഡിംഗ് എന്താണെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ടേംസ്, ബിൽഡിംഗ് ഏരിയാസിൽ തന്നെ പല ടേമുകളുണ്ട്. ഫസ്റ്റ് വരുന്നൊരു ടേമാണ് കവറേജ്. എന്താണ് കവറേജ്? അപ്പം കവേർഡ് ഏരിയ, മൊത്തത്തിലുള്ള കവേർഡ് ഏരിയനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് കവറേജ് എന്ന് പറയുന്നത്. സോ ദ കവേർഡ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് എക്സ്പ്രസ്ഡ് ആസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയയുടെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഏരിയനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് കവറേജ് എന്ന് പറയാം. അപ്പോൾ പലതരം ബിൽഡിങ്സ് ഉണ്ട് നമുക്കറിയാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, മെർസൻറ്റൈൽ, കൊമേഴ്ഷ്യൽ, സ്മോൾ ഇൻഡസ്ട്രി, സ്റ്റോറേജ് പ്ലേസസ് ഒക്കെ. ഇപ്പോൾ റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മെർസൻറ്റൈൽ എന്ന് പറയുമ്പോൾ ഷോപ്സ്, മാർക്കറ്റ്, അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് പർപ്പസ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്, ചെറിയ ഇൻഡസ്ട്രീസിന് വേണ്ടിയുള്ള ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ബിൽഡിങ്സിനെല്ലാം കവറേജ് എന്ന് പറയുന്നത് 80% ആണ്. 80% കവേർഡ് ഏരിയ ആയിരിക്കും. ഇനി അസംബ്ലി, ഓഫീസ്, ലാർജ് ഇൻഡസ്ട്രീസ് ഇങ്ങനത്തെ പർപ്പസസിന് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സിൽ 60% ആയിരിക്കും കവേർഡ് ഏരിയ വരുന്നത്. ഇനി എഡ്യൂക്കേഷണൽ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഹസാർഡിയസ് ബിൽഡിംഗ്, ഈ 3 തരം ബിൽഡിങ്സിൽ വരുമ്പോൾ 50% ആണ് കവേർഡ് ഏരിയ വരുന്നത്. സോ ദാറ്റ് ഇസ് കവറേജ്. നെക്സ്റ്റ് ഇസ് പ്ലിന്ത് ഏരിയ. നമുക്കറിയാം, പ്ലിന്ത് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിന് തൊട്ട് മേളിലുള്ള ഒരു ഏരിയ ആണ്. അപ്പം അത് പ്ലിന്ത് എന്ന് പറയുന്നത് നമ്മളുടെ ലോഡ്സിനെ ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ പ്ലിന്ത് സ്ട്രക്ചർ റെയിൻ വാട്ടറിനെയും ഇൻസെക്ട്സിനെയും ഇതെല്ലാം സോയിലിൽ നിന്നുള്ള വാട്ടർ മോയ്സ്ചർ കണ്ടന്റിനെല്ലാം നമ്മളുടെ ബിൽഡിങ്ങിലേക്ക് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഇനി പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ അറ്റ് എനി സ്റ്റോറി. അതായത് ബിൽഡപ്പ് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഏരിയാസ്, അവിടെ ഒരു ബിൽഡപ്പ് ഏരിയയിലെ കവേർഡ് ഏരിയാസ് എല്ലാം പ്ലിന്ത് ആണ്. പ്ലിന്ത് ഏരിയയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലും അതുപോലെ തന്നെ ഇന്റേണൽ വാൾസിൻ്റെ ഏരിയാസും കൺസിഡർ ചെയ്യും. സോ ലെറ്റ്സ് കൺസിഡർ. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഫ്ലോർ ഏരിയ, ഇതാണ് നമ്മളുടെ എക്സ്റ്റീരിയർ വാൾസ്. അപ്പോൾ പ്ലിന്ത് ഏരിയയുടെ കേസിൽ നമ്മൾ ഈ ഏരിയ മൊത്തം, അതായത് എക്സ്റ്റേണൽ വാളിൻ്റെ ഏരിയാസും പ്ലിന്ത് വാളിൻ്റെ ഏരിയയും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മൊത്തം ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് പ്ലിന്ത് ഏരിയ. അപ്പോൾ കോർട്ട് യാർഡ്സ്, ഓപ്പൺ ഏരിയാസ്, ഏരിയ ഓഫ് ഓപ്പൺ പോർച്ച്, ബാൽക്കണി, കാൻലിവർ പ്രൊജക്ഷൻ, അൺകവേർഡ് സ്റ്റെയർ കേസ് ആൻഡ് ലൈറ്റ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ. ഇനി പ്ലിന്ത് ഏരിയയിലെ എക്സെപ്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്റ്റീരിയർ വാൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏരിയാസ് എന്ന് പറയുന്നതാണ് ബാൽക്കണി, കാൻലിവർ, ഓപ്പൺ ഏരിയാസ്, കോർട്ട് യാർഡ്, പോർച്ച്, ഇങ്ങനത്തെ റീജിയൻസ് എല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എ ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലോർസിൻ്റെയും ഏരിയനെ സമ്മപ്പ് ചെയ്തതാണ് ഫ്ലോർ ഏരിയ. സോ ദ സം ഓഫ് ഓൾ ദ ബിൽഡപ്പ് കവേർഡ് ഏരിയാസ് ഓഫ് ഓൾ ദ ഫ്ലോർസ്, എല്ലാ ഫ്ലോർസിലെയും ബിൽഡപ്പ് കവേർഡ് ഏരിയയുടെ സമ്മിനെയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കാർപ്പറ്റ് ഏരിയ. അപ്പം നമുക്ക് വേണ്ട ഡാറ്റാസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ 20% ഓഫ് ദ ഫ്ലോർ ഏരിയനെ നമുക്ക് ടോട്ടൽ ഫ്ലോർ ഏരിയയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് കാർപ്പറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് 20% ഓഫ് ഫ്ലോർ ഏരിയ ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ ഫ്ലോർ ഏരിയ ഇൻ ഈച്ച് ഫ്ലോർ. ഓരോ ഫ്ലോറിലും നമ്മൾ എന്താണ് 20% ഓഫ് ഫ്ലോർ ഏരിയ ഡിഡക്റ്റ് ചെയ്യുന്നു ടു ഗെറ്റ് കാർപ്പറ്റ് ഏരിയ. അല്ലെങ്കിൽ കാർപ്പറ്റ് ഏരിയയുടെ കേസിൽ, ഇപ്പോൾ നമ്മൾ പ്ലിന്ത് ഏരിയയുടെ കേസിൽ എന്തായിരുന്നു, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വാൾസ് ഒക്കെ കൺസിഡർ ചെയ്യും. പക്ഷേ കാർപ്പറ്റ് ഏരിയയുടെ കേസിൽ നമ്മൾ ഇന്റീരിയർ വാൾസും അതുപോലെ എക്സ്റ്റേണൽ വാൾസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വാൾ ടു വാൾ ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഇസ് ദ എക്സ്റ്റീരിയർ വാൾ. നമ്മുടെ എക്സ്റ്റീരിയർ വാൾ ആണിത്. ഈ ഇന്റീരിയർ ആയിട്ടുള്ള ഈ ഏരിയാസ് മാത്രമേ നമ്മൾ കാർപ്പറ്റ് ഏരിയയിൽ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഈ ഡയമെൻഷൻസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിലാണ് 20% ഓഫ് ദ ഫ്ലോർ ഏരിയ ടോട്ടൽ ഏരിയയിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ FAR. സോ ആസ് എ നെയിം സജസ്റ്റ്, അതൊരു റേഷ്യോ ആണ്. ഇറ്റ്സ് എ കോഎഫിഷ്യന്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ഓൾ ദ ഫ്ലോർസ്, എല്ലാ ഫ്ലോർസിലെയും ഫ്ലോർ ഏരിയയും അതുപോലെ
ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ടിൻ്റെയും റേഷ്യോനെയാണ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ FAR ഇൻക്രീസ്, അതായത് FARന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അവിടെയുള്ള അർബൻ ഡെവലപ്മെൻറ്റും ബിൽഡപ്പ് ഏരിയാസും വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ FAR കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ബിൽഡപ്പ് ഏരിയ കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു പ്ലോട്ട് ഏരിയയിലുള്ള ബിൽഡപ്പ് ഏരിയാസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ കാർപ്പറ്റ് ഏരിയ മീൻ ദ പ്ലിന്ത് ഏരിയ, അതായത് പ്ലിന്ത് ഏരിയയിൽ നിന്നും നമുക്ക് കാർപ്പറ്റ് ഏരിയനെ വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. അതായത് പ്ലിന്ത് ഏരിയയിൽ നിന്നും ഈ വരാന്ത, കൊറിഡോർ, എൻട്രൻസ് ഹാൾ, അതുപോലെ സ്റ്റെയർ കേസ് ആൻഡ് സ്റ്റെയർ കേസ് കവർ, ലിഫ്റ്റ് ഷാഫ്റ്റ്, ബാത്റൂം, കിച്ചൺ, സ്റ്റോർ, ക്യാൻറ്റീൻ, എയർ കണ്ടീഷനിങ്, ഡക്ട് ആൻഡ് പ്ലാൻ റൂം, ഷാഫ്റ്റ് ഫോർ സാനിറ്ററി പൈപ്പിംഗ്, ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഏരിയാസിനെല്ലാം ഡിഡക്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് തരുന്നു? കാർപ്പറ്റ് ഏരിയ തരുന്നു. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ നിന്നുള്ള ഡിഡക്ഷൻസും കാർപ്പറ്റ് ഏരിയ നമുക്ക് തരുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായിരിക്കും നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അത് എങ്ങനെ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യണം, അതുപോലെ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണോ, ഹോസ്പിറ്റൽ, സ്കൂൾ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള റീജിയനിലാണോ, അതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ, വാട്ടർ സപ്ലൈ അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ സൈറ്റ് ചൂസ് ചെയ്യാനായിട്ട്. So the selection of site for a project depends upon the purpose of the building. എന്ത് പേർപ്പസിനാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്, എന്ത് മോഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്, അതുപോലെ ഫണ്ട്, എന്തോരം ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ്, ഫ്യൂച്ചർ ഡെവലപ്മെന്റ് അവിടെ പോസിബിൾ ആണോ, ഇനി ആക്സസിബിലിറ്റി ഫ്രം റോഡ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം കുറച്ച് റിക്വയർമെന്റ്സ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫെയർലി ലെവൽ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി സോയിൽ ആയിരിക്കണം നമ്മളുടെ സൈറ്റിന് വേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ബൈ റോഡ്സ്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് റോഡ്സും അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടും അവിടെ അവൈലബിൾ ആയിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വേണം, ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഇനി നമുക്ക് വേണ്ട ബേസിക് നീഡ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, സ്യൂവർ ലൈൻസ്, ഇതെല്ലാം അവൈലബിൾ ആണോ നോക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി അവേ ഫ്രം ഹസാർഡിയസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ബാക്കി എല്ലാ ഫെസിലിറ്റീസും, അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ട ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ, സിവർ ലൈൻസ്, ഇതെല്ലാം നമുക്ക് അടുത്താണോ നോക്കണം. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹസാർഡിയസ് ആയിട്ടുള്ള ബിൽഡിങ്സും മെറ്റീരിയൽസ് എല്ലാം നമ്മളിൽ നിന്നും വളരെ ദൂരെയാണോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫ്ലഡ് പ്രോൺ ഏരിയാസ് ആണോ, വാട്ടർ ലോക്ഡ് ഏരിയ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുക. പിന്നെ സ്കൂൾസ്, ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ഇങ്ങനത്തുള്ള അമ്യൂണിറ്റീസ് എല്ലാം നിയറർ ആണോ, ഗുഡ് ഡ്രെയിനേജ് പ്രോപ്പർട്ടീസ് ഉള്ള ലാൻഡ് ആണോ. പിന്നെ നമുക്ക് റെഗുലർ ഷേപ്പും അതുപോലെ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടേജ് ഉണ്ടോ, അതായത് റോഡിന് തൊട്ടടുത്താണെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടേജ് കിട്ടില്ല. അപ്പം നമുക്ക് ഫ്രണ്ടേജ് ഒക്കെ ഉള്ള റീജിയൻ ആണോ നോക്കുക. പിന്നെ പ്രോൺ ടു എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ പ്രോൺ ഏരിയാസ് ഷുഡ് ബി അവോയ്ഡഡ്. ഇപ്പോൾ പൊല്യൂഷൻ പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മളുടെ ഓണർഷിപ്പ് എല്ലാം പ്രോപ്പർ ആണോ, അതുപോലെ വേറെ ലീഗൽ മാറ്റേഴ്സ് ഒന്നും ഇല്ല, എല്ലാം ക്ലീൻ ആയിട്ടുള്ള ഒരു റീജിയൻ തന്നെയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നമ്മളൊരു സൈറ്റ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഓണർഷിപ്പും ലീഗൽ മാറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സൈറ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കാം ആയിരിക്കണം, പക്ഷേ റീസണബിളി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സൈറ്റ് കൂടി വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. നാച്ചുറൽ വെന്റിലേഷൻസും ലൈറ്റിങ്ങും അവൈലബിൾ ആണോ നോക്കുക. അതുപോലെ ഇപ്പോൾ പ്രസന്റ് ആയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഡെവലപ്മെന്റ് സ്കോപ്പ് ഉള്ള ഒരു സൈറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ് ഉള്ള റീജിയൻ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്കീം എല്ലാം നമ്മുടെ സൈറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറയുന്ന കുറച്ച് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്താലാണ് നല്ലൊരു സൈറ്റ് നമുക്ക് ബിൽഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്തത് ബിൽഡിംഗ് ഏരിയാസിനെ പറ്റിയാണ്. ഡിഫറെൻറ്റ് ബിൽഡിങ്സ് ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. അതുപോലെ തന്നെ എങ്ങനത്തെ ഒരു സൈറ്റ് വേണം നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കവർ ചെയ്തത്. സോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് വൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.